ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഫൈഹാസ് റെസിപ്പി. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലെഫ്റ്റ് ഓവർ റെസിപ്പി ആയിട്ടാണ്. രാവിലെ ബാക്കി വന്നിട്ടുള്ള പുട്ട് വെച്ചിട്ട് നല്ല അടിപൊളി ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. വളരെ സിമ്പിളാണ്. ഒരു 2-3 മിനിറ്റ് മാത്രം മതി ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിനുവേണ്ടി ഞാൻ ഈ പുട്ടൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. കൈ വെച്ച് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതിയാകും. ഇനി ഒരു സോസ് പാൻ എടുക്കുക. അതിലോട്ട് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള 3 ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണം. ഇനി ഈ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ ഞാനിതിലോട്ട് കുറച്ച് കാഷ്യൂസും അതുപോലെ കിസ്മിസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് കൊടുത്ത നട്ട്സൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ഞാൻ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ആ ഒരു നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഞാനിതിപ്പോൾ സ്വീറ്റ് വേർഷനിലാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എരിവ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് എല്ലാം ഒഴിവാക്കിയിട്ട് ഇതിലോട്ട് 2 വറ്റൽമുളകും അതുപോലെ കുറച്ച് പച്ചമുളകും അരിഞ്ഞിട്ട് കൊടുത്തിട്ട് സ്പൈസി വേർഷനിലും ചെയ്തെടുക്കാം. ഇനി ഞാനിതിലോട്ട് നമ്മൾ നേരത്തെ ഉടച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പുട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഞാൻ സ്വീറ്റ് വേർഷൻ ചെയ്യുന്നതുകൊണ്ട് ഞാനിതിലോട്ട് ഒരു 3/4 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ പുട്ടിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി പൂരം വറുത്തതിൻ്റെ ഒരു ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ചൂടോട് കൂടെ തന്നെ ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. ഈവനിങ് സ്നാക്കായിട്ട് കട്ടൻ ചായയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു പുട്ട് കൊണ്ടുള്ള ഈ ഒരു റെസിപ്പി. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ വൈകിട്ടേക്ക് ഇതുപോലെയുള്ള സ്നാക്കൊക്കെ തയ്യാറാക്കി നോക്കുക. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.